നല്ല പടം, എല്ലാവരുടെയും നല്ല അഭിനയം, നല്ല ഇഷ്ടമായി. എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്. അടിപൊളി, എൻഗേജിങ് ആയിരുന്നു. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ എൻഗേജിങ് ആയിരുന്നു. നല്ല പടം, എല്ലാവരും കാണേണ്ട പടം തന്നെ. പക്ക അതെ അതെ, പക്ക സർവൈവറാണ്. ഇങ്ങനെയുള്ള പടങ്ങൾ ഇഷ്ടപ്പെടുന്നവരെന്തായാലും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാം. നല്ല മൂവിയായിരുന്നു, ഒരു ഡിഫറെന്റ് എൻഡിങ്, അടിപൊളി. നല്ല മൂവിയാണ്. ഇറ്റ്സ് ലൈക്ക് ഫാമിലി എല്ലാവരും വന്ന് കാണും. ഇറ്റ്സ് എ ഗുഡ് മൂവി. സീരിയസ്ലി നല്ല മൂവി. നല്ല മൂവിയായിരുന്നു, എല്ലാവരും പോയി കാണാം. ആ ഒരു ഇന്റൻസിറ്റി ഫീൽ ചെയ്യാൻ പറ്റും. സൂപ്പറായിരുന്നു. നല്ല പടം, നല്ല പടം. ഒരു സർവൈവൽ ത്രില്ലറാണ്. സൂപ്പർ മൂവി, നല്ല മൂവി. നല്ല പടമായിരുന്നു, ത്രില്ലർ മൂവിയാണ്, എല്ലാവരും കാണുന്നത്. നല്ല മൂവിയാണ്, സർവൈവൽ ത്രില്ലറാണ്. നല്ല പടം, നല്ല മൂവിയാണ്. വെരി നൈസ് മൂവി, വെരി ഗ്രിപ്പിംഗ് സ്റ്റോറി. എൻ്റെ വരെ ലോട്ട് ഓഫ് സ്ട്രഗിളിൻ്റെ ഒരു സ്റ്റോറിയാണ്, ഹോപ്പിൻ്റെ സ്റ്റോറിയാണ്. ഫൈനലി കുറച്ച് വിഷമം ഉണ്ടായി, എന്നാലും വെരി ഗ്രിപ്പിംഗ് സ്റ്റോറി, വെരി നൈസ്. ഇമോഷണൽ സർവൈവലാണ്. സോറി, ഇമോഷണൽ സർവൈവലാണ്. അതെ, ഇമോഷണൽ സർവൈവലാണ്, സ്ട്രഗിളാണ്. നമ്മുടെ എല്ലാ ലൈഫിൻ്റെ സ്ട്രഗിൾസ് ഒത്തിരി പല ഘട്ടങ്ങളിലായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ലവറിൻ്റെ സ്ട്രഗിളുണ്ട്, ഒരു ഭാര്യയുടെ സ്ട്രഗിളുണ്ട്, ഒരു ഡെസേർട്ടിൽ ഓവർകം ചെയ്യാൻ നോക്കുന്ന ഒരു സ്ട്രഗിളുണ്ട്. അതിനേക്കാളുപരി ഒരു ഹോപ്പുണ്ട് ഇതിനകത്ത് ഒത്തിരി. എൻഡിലെ ഒരു നല്ലൊരു എൻഡിങ്ങിൻ്റെ വരുമെന്നുള്ളൊരു വിശ്വാസം അതുണ്ട്. സെക്കൻഡ് ഹാഫ് സൂപ്പറായിട്ടുണ്ട്. നല്ല മൂവിയാണ്, വളരെ നല്ല മൂവി. തിയേറ്ററിൽ തന്നെ പോയി കാണും. സൂപ്പർ മൂവി, നല്ല പടം, നല്ല റോഡ് മൂവിയാണ്. നല്ല സിനിമ കേട്ടോ. ഒരു സർവൈവൽ ത്രില്ലറാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ മസ്കറ്റിൽ ഒമാനിൽ നല്ലൊരു എന്താണ് നല്ല ഡിസൈറ്റിനകത്ത് ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി സിനിമ. അതെ, പ്രവാസികൾക്ക് മാത്രമല്ല, സിനിമ നമ്മൾ ത്രില്ലർ ജോണറിലുള്ള നല്ലൊരു സർവൈവൽ ത്രില്ലറാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, ഔട്ട്സ്റ്റാൻഡിങ് മൂവിയാണ്. അനീഷ് അൻവറിൻ്റെ ഒരു എന്താ പറയുക, വലിയൊരു നേട്ടമാണ് ഈ മൂവി എന്ന് പറയുന്നത്. നമ്മൾക്കൊക്കെ ശരിക്കും പറയാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്, പക്ഷേ ഇപ്പോൾ വിറകൊണ്ട് പറ്റണില്ല. അത്രയും ഹൃദയയിടിപ്പോട് കൂടിയിട്ടാണ് ഇത്രയും സമയം കണ്ടിരുന്നത്. നമ്മൾക്ക് ആ ഒരു അവസ്ഥ ഉണ്ടായാൽ എങ്ങനെ തരണം ചെയ്യും എന്നതിനെക്കുറിച്ചിട്ട് പോലും നമ്മൾ ആലോചിച്ചു പോയി. അപ്പോൾ പ്രവാസികളായ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളും, അതേപോലെ നമ്മളും ഇപ്പോൾ ഫ്ലഡ് കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എങ്ങനെ ഈ സന്ദർഭങ്ങളിൽ നമ്മൾ അതിജീവിക്കും എന്നതിനെക്കുറിച്ചിട്ടും ഒരുപാട് ചിന്തകളായിരുന്നു ടാക്കീസിലിരിക്കുമ്പോൾ. ഏതായാലും ഒരു ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വിറ മാറാത്തതുകൊണ്ട് ഇപ്പോഴിത്രേ പറയുന്നുള്ളൂ. അനീഷ് അൻവറിന് ഒരുപാട്, അതുപോലെ ഓൾ ടീമിന് ഒരുപാട് കൺഗ്രാറ്റ്സ് പറയാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. താങ്ക് യു. അടിപൊളി മൂവിയാണ്. കാരണം അമ്മയും മോളും തമ്മിലുള്ള ഒരു ബന്ധം നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അനീഷേട്ടൻ്റെ ഈ വർക്ക് നല്ല ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ആക്ടേഴ്സിന് നല്ല എഫർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു കുടുംബചിത്രം പോലെ ഇന്ന് കാണാൻ പറ്റുന്ന പടമാണ്. നല്ല ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നല്ല സപ്പോർട്ട് ആ സിനിമയ്ക്ക് ഉണ്ടാകണം. ഫാമിലീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ആരെ കണ്ടു പടം കണ്ടവരുണ്ടോ? ഇഷ്ടമായോ? താങ്ക് യു. അപ്പം എല്ലാവരും പോയി പടം കാണണം. വെരി ഹാപ്പി. അതെ, സിനിമ കണ്ട് സിനിമ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതാണ് ആ സന്തോഷം. എല്ലാവരും പറയുന്നത് ഒരു ഇമോഷണൽ സർവൈവൽ ഫീലിംഗ് എല്ലാവർക്കും ഇമോഷണൽ ആണെന്നാണ്. ആ സർവൈവിങ്ങിൻ്റെ ഫീലിംഗ് എല്ലാവർക്കും അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ഇഷ്ടമായി. എല്ലാവരുടെയും മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ചിത്രത്തിൽ ഇതേപോലത്തെ ചിത്രങ്ങൾ ചെയ്യാനാണ് അച്ചോട് താല്പര്യം? എനിക്ക് അങ്ങനെ എല്ലാം ചെയ്യണം എന്ന് താല്പര്യമുണ്ട്. കിട്ടുന്നത് ചെയ്യും. ഏത് ജോണർപ്പെടുത്താൻ പറ്റും? ഫസ്റ്റ് ഹാഫിൽ കോമഡി ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ വിചാരിച്ച പോലെ എല്ലാവരും ക്ലൈമാക്സ് നല്ല
എല്ലാവരും പെർഫോമൻസ് എങ്ങനെയുണ്ട്? പെർഫോമൻസ് ആണ്. ഇതെങ്ങനെയാണ്? ഒരു ഇമോഷണൽ സർവൈവലാണോ? സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് അങ്ങനെ തോന്നുന്നു. ഫസ്റ്റ് ഹാഫിൽ കോമഡിയാണ്, അത്യാവശ്യം കോമഡിയാണ്. എൻഗേജിങ് ആണ്, പക്ക എൻഗേജിങ് ആണ്. അതെ അതെ എല്ലാവരും കൂടെ ഒന്ന് ഒരു ആപ്പ് വിളിച്ചാൽ നമ്മളെ എല്ലാവരും പ്രശസ്തി വളരെ എഫേർട്ട് എടുത്തൊരു പടമാണ്. അപ്പൊ പടം നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എല്ലാവരും പറയണം. കാരണം ഈ സിനിമ നാളെ വരണമെങ്കിൽ എല്ലാം അങ്ങനത്തെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ഓക്കെ. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന അറിയാം. ഓക്കെ, ഷെയർ ചെയ്യൂ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, നല്ല സർവൈവൽ ത്രില്ലറാണ്. നല്ലൊരു പടം, നല്ലൊരു പടമായിരുന്നു. എനിക്കിത് റിയൽ സ്റ്റോറി ബേസ്ഡ് ആയെന്ന് തോന്നുന്നു. അതിൻ്റെതായ എല്ലാ ഒരു രീതിയിലും മേക്കിങ്ങും കാര്യങ്ങളും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു.